ദേവി ശരണം അമ്മേ. ഭാഗ്യം ഭക്തനുമേൽക്കുമേൽ ചൊരിയുവാൻ, കാരുണ്യാരുണരശ്മി ഭൂമി തഴുകാൻ, ഭാസുരമായ സുദിനം ഇതിന്നു പുലരാൻ, ഭദ്രകാളി ഭവാനി മമ മാതേ തവ സുപ്രഭാതം. ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ വേദിയിലേക്ക് സുസ്വാഗതം. സപ്തമ സ്കന്ധം 37-ാമത്തെ അധ്യായം. ഹിമവാന്റെ ആഗ്രഹമനുസരിച്ച് ദേവി ഭക്തിമാർഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഇതിൽ അവലോകനം ചെയ്യപ്പെടുന്നത്. ശരീരത്തിനെയോ മനസ്സിനെയോ അധികം പീഡിപ്പിക്കാതെ, ക്ലേശിപ്പിക്കാതെ, കഷ്ടപ്പെടുത്താതെ കണ്ട് സുഗമമായിട്ട് ആ ബ്രഹ്മത്തിലേക്ക് എത്താനുള്ള മാർഗം ഭക്തിമാർഗം തന്നെയാണ് എന്നാണ് മഹാത്മാക്കൾ പറയണത് എന്ന് പറഞ്ഞിട്ട് തുടരുകയാണ്. മനുഷ്യരുടെ സത്വരജ തമോ ഗുണങ്ങളുടെ ഭേദമനുസരിച്ച്, ത്രിഗുണങ്ങളുടെ ഭേദമനുസരിച്ചിട്ട് ഈ ഭക്തിയും 3 വിധത്തിൽ വരും എന്നാണ് പറയണത്. ഏതാ ഈ 3 വിധത്തിലുള്ള ഭക്തി ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, പരപീഡാം സമുദ്ദിശ്യ ദംഭം കൃത്വാ പുരസ്സരം. അന്യരെ ദ്രോഹിക്കണം എന്ന ഉദ്ദേശത്തോടും ദംഭം അഹങ്കാരത്തോടും കൂടി ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭക്തി. പിന്നെ അടുത്തതോ, മാത്സര്യ ക്രോധങ്ങളോടും ചെയ്യുന്നത് ആയിട്ടുള്ള ഇത്തരം ഭക്തി താമസഭക്തിയാണ് എന്നാണ് പറയണത്. അപ്പോൾ സാത്വിക ഭക്തി, രാജസഭക്തി, താമസഭക്തി എന്ന ഭക്തിയിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണം, കഷ്ടപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ളിൽ അഹങ്കാരം വെച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഭക്തി, അത് താമസഭക്തിയാണ്. പിന്നീട് ഈ ചിന്തയില്ലാതെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം സകാമനായിക്കൊണ്ട്, അവനവൻ്റെ കാര്യത്തിന് പല കാര്യങ്ങളും നേടാനായിക്കൊണ്ട്, ഭോഗലോലുപനായിക്കൊണ്ട് പല പല കർമ്മങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാണോ ഭജിക്കുന്നത് അത് മറ്റൊരു തരത്തിലുള്ള ഭക്തിയാണ്. ഇത് മധ്യമഭക്തിയായിട്ട് സാത്വികം സാത്വിക ഭക്തിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ താമസഭക്തിയാണോ എന്ന് പറഞ്ഞാലല്ല, രാജസീയ ഭക്തിയാണ് അത്തരത്തിലുള്ള ഭക്തികൾ. തന്നിൽ നിന്നും അന്യയാണ് പരാശക്തി എന്ന ഭേദബുദ്ധിയോടുകൂടി ഭജിക്കണോ അവരെ. ഞാൻ വേറെ, ഭഗവാൻ വേറെ, ഞാൻ വേറെ, ബ്രഹ്മം വേറെ, ഞാൻ വേറെ, പരാശക്തി വേറെ എന്ന ഭാവത്തിൽ ഭജിക്കണു. ഇതൊക്കെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും ഏകാദശം പോകുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നിമി നവയോഗി സംവാദത്തിൽ നിമി മഹാരാജാവ് ചോദിക്കുന്നതിന് നവയോഗികൾ നൽകുന്ന ഉത്തരത്തിൽ അവിടെ വരുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഹരി എന്ന് പറഞ്ഞതായിട്ടുള്ള യോഗീശ്വരൻ ആ 3 തരത്തിലുള്ള ഭക്തികളെ പറ്റിയിട്ട് ഉത്തമഭക്തി, മധ്യമഭക്തി, പ്രാകൃതഭക്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ ഉത്തമഭക്തി, മധ്യമഭക്തി, പ്രാകൃതഭക്തി എന്ന് പറയുമ്പോൾ ഇവിടെ
താമസഭക്തി, രാജസഭക്തി, സാത്വിക ഭക്തി എന്ന് അതിനെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രാജസഭക്തി പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. ഭഗവാനെ പ്രീതിപ്പെടുത്താനായിക്കൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക. ആ കർമ്മത്തിൽ ഒന്നും തന്നെ ഇച്ഛ വയ്ക്കാതെ കണ്ടിരിക്കുക. അഹൈതുകമായിട്ട് എനിക്കൊന്നും വേണ്ട ദേവിയിൽ നിന്നും, ദേവി സന്തോഷിക്കണം, പരമേശ്വര പ്രീത്യർത്ഥം, പരമേശ്വരി പ്രീത്യർത്ഥം എന്നുള്ള ഭാവനയോട് കൂടിയിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖവും സന്തോഷവും ലോകത്തിൽ ഉണ്ടാവണം മുതലായിട്ടുള്ള ചിന്തകളിൽ കൂടി ആരാണോ എന്നെ ഭജിക്കുന്നത് അത് സാത്വികമായിട്ടുള്ള ഭക്തിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഭാഗവത മഹാപുരാണത്തിൽ വേറൊരു വഴിയിലൂടെ അതിനെ പറഞ്ഞിരിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. സകല പ്രാണികളിലും ഭഗവാൻ ഈശ്വരനായിട്ട് ഞാൻ തന്നെ, ഭഗവാൻ തന്നെ, ബ്രഹ്മം തന്നെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് എല്ലാ പ്രാണികളിലും ദയാ, കരുണ, തിദീക്ഷ മുതലായിട്ടുള്ള ഭാവങ്ങളോടുകൂടി എല്ലാറ്റിലും ആത്മസ്വരൂപനായിട്ട് അല്ലെങ്കിൽ ആത്മസ്വരൂപിയായിട്ട് ഇരിക്കുന്നത് ഭഗവതി തന്നെയാണ്, അല്ലെങ്കിൽ ദേവൻ തന്നെയാണ് എന്ന്, ഭഗവാൻ തന്നെയാണ് എന്നുള്ള വിചാരത്തോടു കൂടി എല്ലാവരിലും സ്നേഹവും പ്രേമവും തിദീക്ഷ, ദയാ, കരുണ മുതലായ ഭാവങ്ങളോടുകൂടി ഇരിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ള ഭക്തി അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ഭക്തി എന്ന് പറയാണ്. ഈ 3 ഭക്തിയിൽ വെച്ചിട്ട് സാത്വികമായിട്ടുള്ള ഭക്തി, പരമപ്രേമരൂപമായിട്ടുള്ള ഭക്തിയാണ്. ആ ഭക്തിയെ ആശ്രയിക്കുന്നവരാണ് വാസ്തവത്തിൽ ആ ബ്രഹ്മത്തിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഇവിടെ ദേവി പറയണു എന്നിൽ എത്തിച്ചേരുന്നത്. താമസഭക്തിയും രാജസഭക്തിയും അവരവരുടെ കാര്യങ്ങൾ നേടാനൊക്കെ സഹായിക്കുന്നുണ്ട് എന്നല്ലാതെ ആ ബ്രഹ്മത്തിലേക്ക് എത്താൻ അത് സഹായിക്കണില്ല. അതിന് സാത്വികമായിട്ടുള്ള ആ ഭക്തി തന്നെ വേണം. അങ്ങനെയുള്ള ഭക്തിയുടെ സ്വരൂപം ഞാൻ പറയാം, കേട്ടുകൊള്ളൂ എന്ന് പറയാണ്. എങ്ങനെയാണ് ആ ഭക്തി ഉണ്ടാവുക എന്നുള്ളതിനെ അവിടെ ദേവി പറഞ്ഞു കൊടുക്കുകയാണ്. നിത്യവും എൻ്റെ ഗുണകഥകൾ കേൾക്കുക, നിത്യവും എൻ്റെ നാമങ്ങൾ കീർത്തിക്കുക, മനസ്സ് എന്നിൽ തന്നെ സ്ഥിരമായിട്ട് നിർത്തുക, ഫല പ്രതീക്ഷ കൂടാതെ കണ്ട അഹൈതുകമായിട്ട് ഹൈതുകമില്ലാതെ തന്നെ എന്നെ പ്രീതിപ്പെടുത്തുക എന്ന ഏക ഉദ്ദേശത്തോടുകൂടി പരമപ്രേമപൂർവം എന്നെ ഭജിക്കുക. എന്തിനേറെ പറയണു, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, സാലോക്യം മുതലായി തുടങ്ങിയിട്ടുള്ള 4 പ്രകാരത്തിലുള്ള ആ മുക്തിയെപ്പോലും ആഗ്രഹിക്കാതെ കണ്ടിരിക്കുക. ശാസ്ത്രങ്ങളിലൊക്കെ മഹാത്മാക്കൾ പറയണത് മുക്തി വേണം എന്ന് പ്രാർത്ഥിക്കുന്നതും ഒരു വിധത്തിലുള്ള സകാമഭക്തിയാണെന്നാണ് പറയുക. അതും പൂർണ്ണമായിട്ട് നിഷ്കാമമാണെന്ന് പറയണില്ല. ആ മുക്തി പോലും ആഗ്രഹിക്കാതെ